ഹായ് ഹലോ, രാജി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ നിങ്ങളോട് പറയാനായിട്ട് പോണ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ, വീട്ടിലെ അമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ രാത്രി കിടക്കുമ്പോൾ തല തെക്കോട്ട് വെച്ച് കിടക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കിഴക്കോട്ട്. അത്രയും നമ്മൾ ചെയ്യാവൂ. അങ്ങനെ രണ്ട് ഭാഗത്തേക്ക് നമ്മൾ തല വെച്ച് കിടക്കാവൂ. കട്ടിൽ അങ്ങനെ തന്നെ ഇടണം. അപ്പൊ നമ്മൾ എണീക്കുമ്പോൾ വലതുഭാഗം തിരിഞ്ഞ് എണീക്കണം എന്നാണ് പറയുന്നത്. വലതുഭാഗം. അപ്പൊ നമുക്ക് പ്രത്യേകമായിട്ടൊരു പോസിറ്റീവ് എനർജി വലതുഭാഗത്ത് കൂടെ നമുക്ക് വരുന്നുണ്ട്. വലതുഭാഗം തന്നെ തിരിഞ്ഞെണീക്കണം. എണീറ്റ് ഇരുന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മളുടെ കൈ ഇങ്ങനെ നൂർത്തി പിടിക്കുക. ഇത് ജാതി മതഭേദമന്യേ എല്ലാവരും, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനി ഒന്നും ഭേദമില്ല, അവരവരിൽ വിശ്വസിക്കുന്ന ദൈവത്തിനെ നമ്മൾ ഉള്ളം കയ്യിൽ വിചാരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ കണ്ണിൽ തൊട്ട് കൈ വെക്കുകയാണ്. അത്രയേ ഉള്ളൂ. നമ്മൾ ഹിന്ദുക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു പോണത് എന്താ വെച്ചാൽ, ഇങ്ങനെ കൈ പിടിച്ചതിന് ശേഷം നമ്മൾ ചെല്ലാണ്. കയ്യിലേക്ക്, ഉള്ളൻ കയ്യിലേക്ക് നോക്കിയിട്ട് നമ്മൾ ചെല്ലണത് എന്താണെന്നറിയോ? കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതേ ഗൗരി, പ്രഭാതേ കരദർശനേന്ന്. ഇങ്ങനെ നമ്മൾ ആദ്യം ചെല്ലുന്നുണ്ട്. ഇത് ഞാൻ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒന്നും ഒരു ബാധകമല്ലാതെയാണ് പറയണത്. എല്ലാവരും അവരവരുടെ ദൈവങ്ങളെ വിചാരിച്ച ഉള്ളം കയ്യിൽ നോക്കിയിട്ട് നമ്മൾ നിസ്കരിക്കുന്നതിന്റെ മുന്നേ കടക്കപ്പായയിൽ വെച്ചിട്ട് ഇത് ചെയ്തിട്ട് വേണം എണീക്കാൻ. എന്നിട്ട് കൈ ഇങ്ങനെ കണ്ണിൽ തൊട്ട് ഇതാവണം. അത് എല്ലാവർക്കും വേണം കേട്ടോ, ഹിന്ദു മതഭേദമന്യേ. പിന്നെ നമ്മൾ ഭൂമി ദേവിക്ക് വേണ്ടിയിട്ട് അടുത്തത് ചെല്ലുന്നുണ്ട്. ഒന്നുമല്ല, നമ്മൾ അവിടെ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് തൊട്ട് തലയിൽ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്നും അറിയാത്ത ഒരു കൈ ഒന്ന് ഭൂമിദേവിയെ തൊട്ട് തലയിൽ വെക്കുക. അത് ഏത് ആൾക്കാർക്കും ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഒന്നും പ്രാർത്ഥിക്കാൻ അറിയണില്ലെങ്കിലും അവനാന്റെ ദൈവത്തിനെ വിളിച്ച് ഉള്ളം കയ്യിൽ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. എന്നിട്ട് കണ്ണിൽ തൊട്ട് കൈ വെച്ചാൽ മതി. അറിയണോര് ഞാൻ ഈ പറഞ്ഞ ശ്ലോകം ചൊല്ലിക്കോളൂ. എല്ലാവരും അത് ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നേക്കാൾ അറിവുള്ളവരാണ് നിങ്ങളെല്ലാം എന്ന് വിശ്വസിക്കുന്നു. ഇനി ഭൂമിദേവിയെ നമ്മൾ ചവിട്ടി വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചെല്ലുന്ന ഒരു ചെറിയ ശ്ലോകം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഭൂമി തൊട്ടിട്ട് നമ്മളിങ്ങനെ തലയിൽ വെച്ചിട്ട് നമ്മൾ കാല് ഭൂമിയിലേക്ക് വെക്കണതിന്റെ മുന്നേ ചെല്ലണം ഒരു ചെറിയൊരു സ്തുതി കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതെന്താ വെച്ചാ, സമുദ്രവസനേ ദേവി പർവ്വതസ്തന മണ്ഡലേ വിഷ്ണുഭഗ്നി നമസ്തുഭ്യം കരസ്പർശം സമുഷ്വമേന്ന്. കാരണം നമ്മൾ ഭൂമിയെ ചവിട്ടി വേദനിപ്പിക്കുകയാണ്, ഭൂമിയിലേക്ക് കാല് വെക്കുകയാണ്. അതിനു വേണ്ടി നമ്മളൊരു ക്ഷമാപണം ദേവിയോട് നടത്തുന്നതാണ്. അതൊന്നും ചെല്ലാൻ അറിയാത്തവർ തൊട്ട് തലയിൽ വെച്ചാലും മതി, ഭൂമി ദേവി ക്ഷമിച്ചോളും. നമ്മൾ കുട്ടികളോട് പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇങ്ങനെ ചവിട്ടി തുള്ളി നടക്കാതെ കുട്ടി, ഭൂമി കുലുങ്ങുന്നു എന്നൊക്കെ. അപ്പൊ നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ചും ഭൂമിയിൽ കാലെടുത്ത് വെക്കുമ്പോൾ പതിയെ പതിയെ, നിങ്ങൾ കേട്ടിട്ടില്ലേ അരയന്ന നടനം? കേട്ടിട്ടില്ലേ? അങ്ങനെ നടക്കാൻ സ്ത്രീകൾ ശ്രമിക്കണം കേട്ടോ. മുഖ ഐശ്വര്യമൊക്കെ വരും നമുക്ക്. അതോടുകൂടി മുഖത്തിന് നല്ല ശ്രീത്വം കിട്ടും നമുക്ക്. ഭഗവതിയുടെ എല്ലാ അനുഗ്രഹവും നമുക്ക് ഉണ്ടാവും. സത്യത്തിൽ നമ്മൾ തന്നെയല്ലേ ദേവി? നിങ്ങൾ ലളിതാ സഹസ്രനാമം ചെല്ലാറുണ്ടോ വൈകിട്ട്? അതിൽ നിങ്ങൾ ഈ ശ്ലോകം കേട്ടിട്ടില്ലേ? അന്തർമുഖ സമാരാധേ ബഹിർമുഖ സുദുർലഭേന്ന്. അപ്പൊ നമ്മൾ ദേവിയെ എവിടെ ചെന്ന് അന്വേഷിക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ദേവിയെ നമ്മൾ പുറത്ത് എവിടെ ചെന്നാലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലാണ് ദേവി കുടികൊള്ളുന്നത്. അപ്പൊ നമ്മൾ തന്നെയാണ് ഭഗവതി. നിലവിളക്കാണ് കേട്ടോ, നമ്മൾ വീട്ടിലത്തെ നിലവിളക്ക്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ. രാവിലെ അടുക്കളയിലേക്ക് നമ്മൾ ആദ്യം കാല് വെക്കണതിന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണമെന്നോ? കാലും മുഖവും പല്ലൊക്കെ തേച്ച് വൃത്തിയാക്കി എല്ലായിടവും ശുദ്ധീകരിക്കുക. കുളിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. കുളിക്കാൻ സാധിക്കണവർക്ക് അത്യുത്തമം. എല്ലാവരും കുളിക്കണം എന്നില്ല, ചളികളൊന്നും ഇല്ലാതെ ഇരുന്നാൽ മതി. കയ്യും കാലൊക്കെ ശുദ്ധാക്കുക. എന്നിട്ട് നമ്മൾ നനയ്ക്കാതുള്ള ഭസ്മം തൊടണം. വിളക്ക് വെച്ച് നമ്മളെ ഇഷ്ടദൈവത്തിനെ തൊഴുത് പ്രാർത്ഥിച്ച് നമുക്ക് എന്തൊക്കെ കീർത്തനങ്ങളോ സമയത്തിനനുസരിച്ച് നിങ്ങൾ ചെല്ലാം. ഒന്നുമില്ലെങ്കിൽ ഭഗവാനെ കൈ കൂപ്പി ഒരു നിലവിളക്ക് കത്തിച്ച് ഒന്നും ചെയ്യരുത്. കിണ്ടിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? ചെയ്യരുത് എന്നല്ല, ചെയ്യണം. കിണ്ടിയിൽ നമ്മൾ ശുദ്ധമായ വിളക്കൊക്കെ കഴുകിയിട്ട്, ചൊവ്വയും വെള്ളി നിങ്ങൾ വിളക്ക് കഴുകണ്ട കേട്ടോ. ബാക്കി ദിവസങ്ങളിൽ വിളക്കൊക്കെ കഴുകി തുടച്ച് നമ്മൾ ശുദ്ധമായ വെള്ളം കിണ്ടിയിൽ കൊടുന്ന് വെച്ച് സാധിക്കണവരൊരു തുളസിക്കതിരിട, സാധിക്കണവരോ റോസ് വാട്ടറും ഒരു പച്ചക്കർപ്പൂരം ആ കിണ്ടിയുടെ വെള്ളത്തിൽ ഇട്ടതിന്റെ ശേഷം സിന്ദൂരം ഒരു ലേശം എടുത്ത് കിണ്ടിയുടെ വാലിന്റെ വക്കത്ത് തേക്കുക. സിന്ദൂരം നമ്മൾ സിന്ദൂരം വാൽക്കണ്ണാടിയൊക്കെ ഭഗവാന്റെ അടുത്ത് കൂടെ വെച്ചോളൂ. ഒരു വയമ്പിന്റെ കഷ്ണം, ഇതൊക്കെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. പിന്നെ ജവാദു പൗഡർ പറഞ്ഞിട്ട് നമുക്ക് ഈ ആയുർവേദ കടകളിൽ നിന്ന്, പൂജാ സ്റ്റോറുകളിൽ നിന്ന് കിട്ടേണ്ട ജവാദു,
അത് നിങ്ങൾ ഒരു ലേശം കിണ്ടിയുടെ വെള്ളത്തിൽ നിങ്ങൾക്ക് ഇട്ട് വെക്കാൻ ഒരു നുള്ള് ഭയങ്കര സുഗന്ധമാണ് കേട്ടോ. അത് അത്രയും നമ്മൾക്ക് പോസിറ്റീവ് എനർജി കിട്ടണ ഒന്നാണ്. അത് നിങ്ങൾ കിണ്ടിയിലെ വെള്ളത്തിൽ നുള്ള് ഇടാൻ ശ്രമിച്ചോളൂ. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നമ്മൾ എന്നിട്ട് പല്ലൊക്കെ തേച്ച് മുഖം കഴുകി പറഞ്ഞു വരുന്നുണ്ട്, ഓരോന്ന് പറഞ്ഞു കേട്ടോ. ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചതിന്റെ ശേഷം വഴിക്ക് വഴി പറയാം കേട്ടോ, എന്തൊക്കെയാ പറയണ്ടെന്നുള്ളൊരു ഇതാണ് എനിക്ക് കേട്ടോ. ഒരുപാട് കാര്യങ്ങളല്ലേ. അപ്പൊ വലതുകാല് വെച്ച് അടുക്കളയിലേക്ക് കയറണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സാധിക്കുമെങ്കിൽ ഒരു ചെറിയ ശർക്കരയുടെ പൊട്ട്, ഒരു ചെറിയ നാളികേര കഷ്ണം, ഒരു നുള്ളു നെയ്യ്, അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ആയാലും മതി. അടുപ്പ് കത്തിക്കുമ്പോൾ ഈ നിലവിളക്കിൽ നിന്ന് വെളിച്ചം പകർന്നതിന് തെളിക്കാനേ, വിളക്ക് തെളിക്കാനേ നിലവിളക്കിന്ന് പകർന്നതിന് ശേഷം ആ നാളികേരവും നെയ്യുള്ളയിലും ഒന്ന് കത്തിച്ചിട്ട് അടുപ്പിൽ ആദ്യം വെക്കുക. വെണ്ണൂറ് കോരിയതിന്റെ ശേഷം. ഗ്യാസാണ് ഇപ്പൊ എല്ലാവരും കത്തിക്കണത്. അങ്ങനെയുള്ളവര് എന്താ പറയാ, അത് ചെയ്യണ്ട. അല്ലാതെ എന്ത് പറയാനാ, ഞാൻ അടുപ്പ് കത്തിക്കണവര് ഇങ്ങനെ ശ്രദ്ധിച്ചോളൂ. പിന്നെ നമ്മൾ ചോറിന് അരി കഴുകിടുമ്പോ നമ്മള് ദേവിയെ ഒന്നും വേണ്ട, ഭഗവാനെ വിളിച്ചിട്ട് ഇങ്ങനെ 3 വട്ടം ഇങ്ങനെ അടുപ്പിൽ ആദ്യം അരി ചുറ്റിയതിന്റെ ശേഷം ഒരു 3 മണി അരി അടുപ്പിന് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അരി കഴുകിടുക. അപ്പൊ നമ്മൾ ദേവികളെ ഇങ്ങനെ ഭജിക്കുക. നമുക്ക് എന്താണോ, ഏത് ദൈവത്തിനാണോ നാവുലുമ്പിൽ വരുന്ന അവരെയൊക്കെ നമുക്ക് ഭജിക്കുക, ഒരു കുഴപ്പമില്ല. ചിലവര് കറികളൊക്കെ ഉപ്പും എരിയും പുളിയൊക്കെ പാകാവാൻ വേണ്ടിയിട്ടേ നളഭഗവാനെ ഭജിച്ചിട്ടാണ് കറി വെക്കുന്നത്. കേട്ടിട്ടില്ലേ നിങ്ങളെ? ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഈ അരി കഴുകിടുമ്പോൾ അമ്മേ ദേവി എന്ന് പറഞ്ഞിട്ട് അരി കഴുകിട്ടാൽ മതി. ബാക്കി നമുക്ക് നാവുമ്പിൽ വരുന്നതൊക്കെ ചെല്ലാം, അതിനൊരു കുഴപ്പമില്ല. ദൈവങ്ങളെ നാമം ചൊല്ലിയും കൊണ്ടേ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക. എങ്കിൽ അതൊരു സത്യം പറഞ്ഞാൽ അത് നമ്മളെ അമ്പലത്തിൽ നിന്ന് പൂജിച്ച് കിട്ടുന്ന പ്രസാദത്തിന്റെ പോലെ ആയിരിക്കും ആ ഭക്ഷണം. പ്രസാദം ഇന്ന ഭക്ഷണം കഴിക്കുക, ഇന്ന ഭക്ഷണം കഴിക്കരുത്, അത് എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മൾ ജീവിച്ചിരിക്കണ കാലത്ത് ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണവും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം, നമ്മളും കഴിക്കണം. അത് എവിടെയും നിയമവിരുദ്ധമില്ല കേട്ടോ. അപ്പോൾ രാവിലെ കുളി നിർബന്ധമില്ല, കുളിക്കാൻ വയ്ക്കണവർക്ക് ഉത്തമം. അത്രയേ ഉള്ളൂ ഞാൻ പറയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെ സ്ത്രീകൾ പാലിച്ചു പോരേണ്ട ചില കാര്യങ്ങളുണ്ട്. അടുക്കളയിൽ നമ്മൾ കയറുന്ന സമയത്തെ ശാപവാക്കുകള്, കുട്ടികളോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും ഈ ശാപവാക്കൾ ഏത് നേരത്തും പറഞ്ഞ് ദേഷ്യപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഒരമ്മ പാത്രങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട 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 കട്ടാന്ന് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ കുറയ്ക്കണം. സൈലന്റ് ആയിരിക്കണം നമ്മൾ അടുക്കള നമ്മൾ വൃത്തിയിൽ കൊണ്ടു നടക്കേണ്ട ഏറ്റവും ഒരു സ്ഥലം തന്നെയാണ്. അവിടെയാണ് നമ്മളുടെ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുക. അതുപോലെ പിന്നെ നമ്മൾ പോസിറ്റീവ് എനർജി കിട്ടേണ്ട ഒരു പ്രധാന ഭാഗമാണ് നമ്മളുടെ ബാത്റൂം. പണ്ടൊക്കെ നമ്മൾ ബാത്റൂം കക്കൂസ കുളി എവിടെയായിരിക്കും, കുളത്തിൽ പോയിട്ട്. കക്കൂസിൽ പോകാൻ നമ്മൾ പുറത്തോട്ടെ. ഇപ്പൊ എന്താ ചെയ്യണമെന്നാണോ, കക്കൂസിലേക്ക് മൂത്രം ഒഴിക്കണം, പുറത്തു പോയി ഒരാൾ അകത്തേക്ക് ഓടി വരികയാണ്. അപ്പൊ അവിടെ നല്ല ശുചിത്വം പാലിക്കാൻ നമ്മൾ ശ്രമിക്കണം. വീട്ടിലെ സ്ത്രീകൾ ചെയ്യേണ്ട കാര്യമല്ലേ അതൊക്കെ. പിന്നെ നമ്മൾ കോലായും നിലമൊക്കെ അടിച്ചു വാരി തളിക്കുമ്പോൾ പണ്ട് നമ്മൾ ചാണകവെള്ളം, ചൊവ്വയും വെള്ളിയെങ്കിലും വീട്ടിലെ അമ്മമാര് ചാണകവെള്ളം തളിച്ചിരുന്നു വീട് ശുദ്ധാക്കാൻ. ഇപ്പൊ ചാണകം കിട്ടാത്തവർക്ക് 2 റെമഡി ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, മഞ്ഞളും ഒരു കല്ലുപ്പും ലേശം എടുത്ത് നമ്മളൊരു പാത്രത്തിലിട്ട് ഒന്നിങ്ങനെ തളിക്കുക. അല്ല, തുടയ്ക്കണ ദിവസമാണെങ്കിൽ തുടയ്ക്കണ വെള്ളത്തിൽ പാർന്നിട്ട് അതുകൊണ്ട് തുടയ്ക്കുക. അതൊന്നും കിട്ടാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. നമ്മളെ റോസ് വാട്ടർ ഇല്ലേ, പനിനീര്, അതിൽ കുപ്പി വാങ്ങാൻ കിട്ടും. അതിലൊരു ചെറിയ നമ്മൾ പച്ചക്കർപ്പൂരം ഇട്ട് വെക്കുക. അത് നമ്മൾ അടിതോടെ കഴിഞ്ഞതിന് ശേഷം തളിക്കുക. പിന്നെ നമ്മൾ ജവാദു പൗഡർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ വാങ്ങി കൊടുത്തിട്ട് ഒരു ഗ്ലാസ്സിലൊരു ശുദ്ധമായ വെള്ളം അതിലൊരു തുളസിക്കതിരിട്ടതിന് ശേഷം അതിലൊരു നുള്ള പൊടി ഇട്ടിട്ട് നമ്മളെ സ്വാമി ഫോട്ടോവും നമ്മളെ വീട് പരിസരം മുഴുവനെ തളിക്കുക. ഇതൊക്കെ എന്തെന്നാന്ന് പറയുമോ നിങ്ങൾക്ക്? ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ വീട്ടിലെ സ്ത്രീകള് പെരുമാറാൻ നിങ്ങൾ ശ്രമിക്കണം. പിന്നെ നമ്മൾ കുളിക്കണ സമയത്തുണ്ടല്ലോ, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നമ്മൾ സ്ത്രീകൾ എണ്ണ തേച്ച് കുളിക്കുക. സ്ത്രീകൾ തേക്കണ ദിവസം ചൊവ്വ വെള്ളി, പുരുഷന്മാര് ബുധൻ ശനി. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ നട്ടുച്ചയ്ക്ക് നമ്മൾ പൈപ്പ് തുറന്ന് വെള്ളം ചാടുന്നത് വീട്ടിലേക്ക് ദോഷമാണ്. അതുകൊണ്ട് നമ്മൾ ഉച്ച സമയത്ത് 12 മണിയുടെ മുന്നേ കുളിക്കാൻ ശ്രമിക്കണം, കുളിക്കണവരൊക്കെ. പിന്നെ നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് വീട്ടിൽ വെക്കണ സമയത്ത് പുരുഷന്മാർക്കുണ്ട് ആ സമയം വരെ കുളിക്കാതെ ആ സമയത്ത് പോയിട്ട് ബാത്റൂമിൽ നിന്ന് പൈപ്പ് തുറക്കുന്നു. സന്ധ്യക്കുളി ചന്തക്കുളി എന്ന് പണ്ടുള്ളവർ പറയുന്നുണ്ട്, സൗന്ദര്യം കൂടാൻ സന്ധ്യക്കുളി ചന്തക്കുളി. പക്ഷെ അത് നമ്മൾ കുളത്തിലാവാട്ടോ. വീട്ടിലെ പൈപ്പ് തുറന്ന് വെള്ളം ചാടുന്ന സൗണ്ട് നമ്മൾ കുളിക്കണ സമയത്ത്, വിളക്ക് വെക്കണ സമയത്ത് കേൾക്കാൻ പാടില്ല. അതുകൊണ്ട് ത്രിസന്ധ്യയ്ക്ക് തിരുമ്പരുത്, നമ്മള് പിന്നെ കുളിക്കരുത്, ഇങ്ങനെ ഉറക്കമുള്ള ശാപവാക്കുകൾ പറയരുത്. അവിടുന്ന് നാമജപം കേൾക്കേണ്ട സമയല്ലേ, സൈലന്റ് ആയിരിക്കണം വീട്. എല്ലാവരും നാമജപിക്കുന്ന സമയത്ത് വീട്ടിലെ സ്ത്രീ മാത്രമേ നാമം ജപിക്കൂ. ഇപ്പൊ നമശിവായ ചെല്ലണ കുട്ടികളെ നമ്മൾ വിരലിൽ എണ്ണാവുന്നതേ കാണുന്നുള്ളൂ. പണ്ട് നമ്മൾ സന്ധ്യയ്ക്ക് അമ്മ വിളക്ക് വെച്ചാൽ
ഏറ്റവും പ്രായപൂർത്തി ഒരു 8 വയസ്സായി കഴിഞ്ഞാൽ കുട്ടി വിളക്ക് വെക്കൽ തുടങ്ങുന്നുണ്ട്. ഇന്ന് കുട്ടികൾ വിളക്കേ വെക്കണില്ല, അമ്മ തന്നെ വേണം. അപ്പോൾ കുട്ടികൾ നാമം ചെല്ലുന്നില്ല, നമശിവായ ചെല്ലുന്നില്ല. അതൊക്കെ നിങ്ങൾ കുട്ടികളെ പരിശീലിപ്പിക്കണം. രാവിലെ നേരെ അവർക്ക് സ്കൂളിൽ പോകണം. വൈകുന്നേരങ്ങളിൽ കുട്ടികളെ നമശിവായ ചൊല്ലി പഠിപ്പിക്കണം. നിലവിളക്ക് കൊളുത്തി 4 പുറം ചമ്രം മടങ്ങിയിരുന്നിട്ട് നമ്മൾ അമ്മമാരും കൈകൂപ്പി നമുക്ക് ഇഷ്ട ദൈവത്തിന്റെ നാമം ചെല്ലാം. ലളിതാ സഹസ്രനാമം ചൊവ്വയും വെള്ളിയും ചെല്ലുകയാണെങ്കിൽ ഭഗവതി തന്നെ ആയി മാറും. നമ്മളെ ആദ്യ ദിവസങ്ങളിൽ നമ്മൾ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് നോക്കണം. ലളിതാ സഹസ്രനാമം ചെല്ലുന്നതിന്റെ ആദ്യ ദിവസങ്ങളിൽ നിങ്ങളൊരു ഫോട്ടോ എടുത്ത് വെക്കണം. എന്നിട്ട് നിങ്ങൾ ചൊല്ലി തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഫോട്ടോ എടുത്ത് നോക്കൂ. നമ്മളുടെ മുഖപ്രസാദം കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റൂട്ടോ. പിന്നെ നമുക്ക് അത് നിങ്ങൾ അനുഭവിച്ചറിയേണ്ടതാണ്, പറഞ്ഞാൽ മനസ്സിലാവില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ അനുഭവിച്ചറിയണം, ചെല്ലണം കേട്ടോ. ലളിതാ സഹസ്രനാമം നിങ്ങൾ ചെല്ലണം. നമുക്ക് ഭഗവതിയല്ലേ, നമ്മൾ കാലും മുഖവും കഴുകി ശുദ്ധാക്കി അമ്മ എല്ലാം ക്ഷമിക്കുന്നവളാണ്. നമ്മളുടെ അമ്മ തന്നെയാണ് ഭഗവതി. സങ്കല്പത്തിൽ നമ്മൾ എന്താ പറയുക, സഹനാവവധു സഹനൗ പുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വീനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ ഓം ശാന്തി ശാന്തി ശാന്തി. അത് നമ്മൾ ആദ്യം ചെല്ലും കണ്ണടച്ചിരുന്നിട്ട്. പിന്നെ നമ്മൾ സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പരാം ഗുരുവേ സർവലോകാനാം വിഷജേ ഭവരോഗിനാം വിധേ സർവവിദ്യാനാം ശ്രീ ദക്ഷിണാമൂർത്തയേ നമ. എന്നിട്ട് നമ്മൾ ഭഗവതിയുടെ നാമം ചെല്ലണ ദിവസം നമ്മളെ പെറ്റ അമ്മയുടെ മുഖം വിചാരിച്ചാൽ മതി ഭഗവതിയുടെ നാമം ചെല്ലണ ദിവസം. പിന്നെ മഹാവിഷ്ണുവിന്റെ നാമം ചെല്ലുന്നുണ്ട്. നമ്മളെ എന്താ പറയാ, അത് പറയാൻ മറക്കാണല്ലോ, എന്താ ഇനി പറയാ, വിഷ്ണു സഹസ്രനാമം. ലളിതാ സഹസ്രനാമം അല്ല, വിഷ്ണു സഹസ്രനാമം ചെല്ലുമ്പോൾ നമ്മളുടെ ആരുടെയും നമുക്ക് ഭഗവാന്റെ മുഖം, പത്മനാഭസ്വാമിയുടെ മുഖം, കൃഷ്ണന്റെ മുഖം, എന്തൊക്കെ നമ്മളെ ദൈവങ്ങളുണ്ട് അവരെയൊക്കെ മുഖം നമ്മുടെ ഉള്ളില് വിചാരിച്ച് നമ്മൾ ചെല്ലണ നാമത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഭഗവാനെ ക്ഷമിക്കണേ എന്ന് പറയണം. ലാസ്റ്റ് നമ്മൾ ചെല്ലുന്നുണ്ട് അല്ലേ? അതെന്താ വെച്ചാല് ഇതെല്ലാം ചൊല്ലിക്കഴിഞ്ഞിട്ട് നമ്മള് ഒരു ലാസ്റ്റ് നമ്മൾ ക്ഷമാപണം പോലെ ചെല്ലുന്നുണ്ട്. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവ കരോമി യദ്യ സകലം പരസ്മൈ ശ്രീനാരായണായേതി സമർപ്പയാമി. ഇത് ചെല്ലിയാൽ മതി. തെറ്റിയാലും ഭഗവാൻ പുറത്തോളും. അപ്പൊ വീട്ടിലെ സ്ത്രീ സന്ധ്യയ്ക്ക് ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ ലളിതാ സഹസ്രനാമം, വ്യാഴം ബാക്കി നമുക്ക് എത്ര ദിവസങ്ങളിൽ വ്യാഴം നിർബന്ധമായിട്ട് നിങ്ങൾക്ക് പറ്റിച്ച വിഷ്ണു സഹസ്രനാമം നിങ്ങൾ ചൊല്ലിക്കോളൂ, നല്ലതേ വരൂ. പിന്നെ രാത്രി കടക്കാൻ നേരം നമ്മൾ കാലും മുഖമൊക്കെ വൃത്തിയാക്കിയതിന്റെ ശേഷം അന്നന്ന് ചെയ്ത കാര്യങ്ങളെ പറ്റി നമ്മളൊന്ന് മനസ്സിൽ ചിന്തിച്ച് നമ്മൾ എന്താ പറയുക, ക്ഷമിക്കണം. എന്തെങ്കിലും കുട്ടികളോടാണ് കാര്യമായിട്ട് നമ്മൾ ചീത്ത പറഞ്ഞിട്ടുണ്ടാവുക, ഭർത്താവിനോടും പണിയല്ലേ, നമ്മൾ സ്ത്രീകളല്ലേ, രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അതിനൊക്കെ നമ്മൾ മനസ്സാലെ ഒരു ക്ഷമ പറഞ്ഞതിന്റെ ശേഷം ഉറങ്ങണം. അപ്പൊ നമുക്ക് മനസമാധാനത്ത് വഴി പെട്ടെന്ന് ഉറക്കം വരും. അപ്പൊ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഭഗവാനെ നമ്മൾക്കൊരു പറ്റിച്ചാൽ ആദ്യം ഗണപതിയുടെ തുടങ്ങിയതിന്റെ ശേഷം നമുക്ക് മഹാവിഷ്ണു വരെയൊക്കെ നിങ്ങൾക്ക് ഈ 2 വരി എന്താ പറയുക, എന്താ നമുക്ക് കിട്ടിച്ചാൽ അത്ര 2 വരി ഭഗവാന്റെ സ്തുതിയും ചൊല്ലി നമ്മൾ സുഖമായിട്ട് ഉറങ്ങാം. നിങ്ങൾക്ക് അറിയേണ്ടത് ചൊല്ലിക്കോളും. ഇന്നത് വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഏതാണോ നമ്മളെ നാവമ്പിൽ വരുന്നത് ഒന്നും വേണ്ട. മഹാവിഷ്ണുവിനെയോ കൃഷ്ണ കൃഷ്ണ എന്ന് വിചാരിച്ചാൽ മതി, ഭഗവതി അമ്മേ ദേവി എന്ന് വിചാരിച്ചാൽ മതി, ഗണപതി ഭഗവാനെ വിചാരിക്കുക, ശിവഭഗവാനെ, പാർവതി ദേവിയെ ഒക്കെ നിങ്ങൾ വിചാരിച്ച് കടന്നുറങ്ങി സുഖമായിട്ട് രാവിലെ വലതോട്ട് തിരിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ എണീക്കണം. അങ്ങനെയായാൽ നിങ്ങൾ ഐശ്വര്യവും സന്തോഷവും സമാധാനവും സൗന്ദര്യവും ഒക്കെ ഉള്ളൊരു അമ്മ, ഒരു ദേവി തന്നെയായി മാറും. ഇങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ കുറ്റോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, എൻ്റെ അമ്മ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും അമ്മയെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതെല്ലാവരിലേക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഷെയർ ചെയ്യണം. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.